അത്യാവശ്യം റിച്ച് പ്രോട്ടീനുള്ള സാധനങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാന്ന് വിചാരിച്ചു. ഇന്ന് ഇത്തിരി നല്ല തിക്കായിട്ട് കറുത്തിരിക്കുന്ന ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി വേണമെന്നുള്ള എൻ്റെ കെട്ടിയവൻ്റെ ആഗ്രഹം ഇന്ന് അങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി നേരെ അപ്പുറത്തുനിന്ന് ചപ്പാത്തി വാങ്ങിച്ച് ഒരു ചപ്പാത്തിക്ക് 4 രൂപ. മിഷ്യൻ ചപ്പാത്തിയാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ പാക്കറ്റ് ചപ്പാത്തിയോ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എന്താണേലും പോട്ടെ, കിട്ടിയതാട്ടെ. അപ്പൊ ഇന്ന് അതൊക്കെ വെച്ചിട്ട് രാവിലത്തെ ഇന്നത്തെ ദിവസം ആരംഭിക്കുവാണ്. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ കൊച്ചിനൊരു ചപ്പാത്തിയൊക്കെ കൊടുത്തു. എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കുറുക്കുണ്ടാക്കി വെക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് വിശക്കുമ്പോൾ കൊടുക്കാമല്ലോ എന്നുള്ള വിചാരിച്ചില്ലേ. അപ്പൊ ഇന്ന് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഒന്ന് കെട്ടിയതിനെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഈ ഞായറാഴ്ചയെങ്കിലും പുറത്ത് പോകാമല്ലോ എന്നുള്ള എൻ്റെ ആ ഒരു വലിയ ആഗ്രഹം വീണ്ടും ചീറ്റിപ്പോയി. എന്ത് ചെയ്യാനാ. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞിട്ടൊക്കെ കിടന്നിരുന്നാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ നേരെ തെങ്കാശിക്ക് വിട്ടു. എന്തോ അത്യാവശ്യമായിട്ട് പോയതാണ്. പിന്നെ ഞാൻ ഓർത്ത് പോട്ടെ, തിങ്കൾ മുതൽ ശനി വരെ ജോലി ചെയ്തിട്ട് ഞായറാഴ്ച ഒരു ദിവസം ഒന്ന് കറങ്ങാനൊക്കെ പോകുന്നല്ലേ, പോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സ്വന്തമായിട്ട് അങ്ങ് സമാധാനിച്ചു. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പൊ അങ്ങനെ അങ്ങ് അങ്ങ് സമാധാനിക്കാം. അപ്പൊ എന്താണേലും ഒരു വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നേരെ ഞാൻ എൻ്റെ അടുക്കളയിൽ കയറി നേരെ മീൻ വെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അയലയാണ് കിട്ടിയത്. മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് എന്നും ഈ മീൻ കറിയാണെന്ന്. സത്യത്തിൽ വേറെ എന്തുവാ ഈ ഉണ്ടാക്കുന്ന ഒരു കറിക്ക്. ഇപ്പൊ മീനുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. 2 ദിവസം മീനെല്ലാം അങ്ങ് ഓടിക്കോളുമല്ലോ. മീനിന്റെ കൂട്ടത്തിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു കറി മതി. മീൻ വറുത്തതും ഇത്തിരി മീൻകറി, ഒരു മോരും, ഒരു തോരനും ഒക്കെ ഉണ്ടെങ്കിൽ സംഗതി സൂപ്പർ അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ അയല വെട്ടി ഒന്ന് സെറ്റാക്കി എടുത്ത് നേരെ മുളക് കറി തന്നെയാണ് വെക്കുന്നത്. എനിക്ക് തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ ഞാൻ മാത്രമേ ആ കറി കൂട്ടുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എല്ലാവരും കൂട്ടുന്ന കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അല്ലെങ്കിൽ എനിക്ക് വേറെ അവർക്ക് വേറെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. അത്രയും ജോലിയും കൂടെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അത് വിചാരിച്ചിട്ട് നേരെ ഇന്നതാ മീൻകറി മുളകിട്ട് തന്നെയാണ് വെക്കുന്നത്. ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ വാലൊക്കെ വെട്ടി വറക്കാനായിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ കല്ലേലിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതാ മീൻകറി ഉണ്ടാക്കുവാണേ. ഇനി എൻ്റെ ചെറുക്കനൊന്ന് 10-18 വയസ്സ് കഴിഞ്ഞ് അവനെ ഒന്ന് പഠിപ്പിച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വേണം എനിക്കും എൻ്റെ ചെറുക്കനും കൂടെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനായിട്ടെന്നുള്ള ആകെ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആർക്കറിയാം 10-18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു 5-6 ലൈനും ആകും, 5-8 ഫ്രണ്ട്സും ആകും. അവര് കറങ്ങാൻ പോവോ, നമ്മളെ കൊണ്ടുപോവോ, എല്ലാം കണ്ടറിയാം. എന്നാലും നമുക്കൊന്ന് സമാധാനിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചുകൊണ്ട്. എൻ്റെ സമാധാനവും എൻ്റെ ഏക ആശ്രയവും ഇനി അവനാട്ടോ. അങ്ങനെ ആ സമാധാനത്തിലൊക്കെ ഞാൻ നേരെ അടുക്കള തന്നെയുണ്ട്. അടുക്കള നിൽക്കുന്ന എല്ലാ വീട്ടമ്മമാരും ഇവിടെ കമ്മോൺ കേട്ടോ. അപ്പം ഞാൻ മീൻകറിയൊക്കെ വെക്കുവാണ്. മീൻകറി വെച്ചതിന് ശേഷം ഇത്തിരി ചെറുപയർ തോരനും വെച്ച് ഒന്ന് മോരും കൂടെ ഒന്ന് കാച്ചുമല്ല, ഇത്തിരി കപ്ലങ്ങായും കൂടെ ഒന്ന് വേവിച്ചിട്ടിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയൊരു മധുരം വന്ന ഒരു കപ്ലങ്ങയുടെ പീസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും കൂട്ടിയിട്ട് നേരെ ഒന്ന് മോര് കറിക്കകത്ത്, അതായത് പച്ചമോരിനകത്ത് കപ്ലങ്ങ വേവിച്ചതും കൂടെ ഒന്നിട്ട് ഒരു മോര് കറി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ അതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ കറികൾ. അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ട് നേരെ ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇത്തിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് നേരെ മീൻകറി വെക്കുവാണ്. പെട്ടെന്നുള്ള മീൻകറിയും കാര്യങ്ങളും ഒക്കെ ആട്ടോ. മീൻകറി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ബാക്കി പരിപാടികളെല്ലാം തുടങ്ങാനായിട്ട്. ഇന്ന് ഇത്തിരി ലേറ്റ് ആയി പോയെന്ന് തോന്നി. ഇപ്പം ചെറുക്കന് പോകണ്ടാത്ത കാരണം രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി ഇല്ല. ഭയങ്കരമായിട്ട് താമസിച്ചാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. 7:30, 8 ആ ഒരു റേഞ്ചിലാണ് ഇപ്പം ഞാൻ എഴുന്നേൽക്കുന്നത് രാവിലെ. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. രാവിലെ പണികളൊന്നും തീരാനായിട്ട് ലേറ്റ് ആകും. അല്ലെങ്കിൽ അവൻ പോകേണ്ട ദിവസങ്ങളാകുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പണികളെല്ലാം തീർന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് ഫ്രീ ആണേ. ഇതിപ്പം തീരത്തും ഇല്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് അച്ചാച്ചൻ ഉണ്ണാനും കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കണം. ഇന്നിപ്പം ഞാൻ 2 ദിവസമായിട്ട് കൊച്ചിനെ വിട്ടില്ലായിരുന്നു അംഗനവാടിയിൽ. ശനിയാഴ്ചയും വിട്ടില്ല. ശനിയാഴ്ച പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നല്ലോ അല്ലേ. വെള്ളിയാഴ്ച വിട്ടില്ല. അപ്പോൾ ഒരു ദിവസമുള്ളേ ഞാൻ വിട്ടില്ല. വിടാഞ്ഞ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടിയായിട്ടാണ് ഞാൻ അവളെ വിടാഞ്ഞത്. ഭയങ്കര ചൂടല്ലായിരുന്നോ. എനിക്ക് അവിടെ ഒന്നാമത് ഇപ്പം പിള്ളേരും കുറവാണ്. ചൂട് കൂടുതലായത് കൊണ്ടാണെന്ന് തോന്നുന്നു പിള്ളേർ കുറവ്. പിന്നെ മെയിനായിട്ട് എല്ലാ പിള്ളേരുടെയും ആങ്ങളമാരോ പെങ്ങന്മാരോ അവരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇപ്പം മറ്റേ പിള്ളേർക്കൊക്കെ അവധിയായത്, മൂത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയായത് കാരണം എല്ലാവരും വീട്ടിൽ കാണുമേ. അപ്പം അതുകൊണ്ട് പൊതുവേ പിള്ളേർക്ക് പോകാനായിട്ട് മടിയാണ്. എനിക്കാണെങ്കിൽ ഇന്നലെ വിടാനും മടിയായിരുന്നു. അതുകൊണ്ട് ഞാനിട്ട് വിട്ടതും ഇല്ല.
ഇടയ്ക്കൊക്കെ ഒന്ന് പോകാതിരിക്കട്ടെ. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരം സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പൊ ഇപ്പൊ ഇച്ചിരി ഒന്ന് അവധിയൊക്കെ എടുക്കട്ടെ. എന്റെ മടി കൊണ്ടാട്ടാ, വേറൊന്നുമല്ല. അവക്ക് പിന്നെ പോകുന്നതിന് അങ്ങനെ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, അവളുടെ ഒരു മെയിൻ കൂട്ടുകാരൻ കൊച്ചുണ്ടായിരുന്നു അപ്പൂസ് എന്നുള്ള, അവൻ അവരുടെ വീട്ടിൽ പോയിരിക്കുന്ന കാരണം കൊച്ചില്ല. അതുകൊണ്ട് ചെറിയൊരു മൗനമുണ്ട്. നമ്മൾ പോകാനൊക്കെ ആൾ ഇൻട്രസ്റ്റ് ആണ്. അവിടെ ചെന്ന് കൊണ്ട് വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോരാൻ നേരം ഒരു ചെറിയ മൗനമാണ്. അതുകൊണ്ട് വിട്ടില്ല ഞാൻ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മീൻകറി എല്ലാം വെച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞിപ്പണിന് ഇത്തിരി കുറുക്ക് കൊടുക്കാനുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവള് കളിയും കൊണ്ട് നിൽക്കുവാണ് സത്യത്തില്. ചേട്ടായിമാര് 2 കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൂടെ ആയപ്പോ കളി ഒന്ന് മൂത്തു. ഇവിടെ എല്ലാ 3-4 ആങ്ങളമാർ, ഈ ഒരൊറ്റ പെങ്ങളെ ഉള്ളൂ കേട്ടോ ഇവള്. ഇവിടെ എല്ലാം ആമ്പിള്ളേരാണ്, പെൺപിള്ളേർ തീരെ എന്നല്ല, ഇവള് മാത്രമേ ഉള്ളൂ പെങ്കൊച്ചായിട്ടെ. അതുകൊണ്ട് എല്ലാ ആങ്ങളമാരുടെയും പുന്നാരിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് താണ്ട ഞാൻ കുറുക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീട് ക്ലീനിങ്ങിന് കയറിയേക്കുവാണ് അവള്. തൂത്ത് വാരി വൃത്തിയാക്കി ഇന്ന് ശരിയാക്കി തരാം അമ്മേ, ഇവിടെ അപ്പടി ഉറുമ്പാന്നൊക്കെ പറഞ്ഞ് കയറിയതാണ്. തൂക്കുന്നൊക്കെ ഉണ്ട്, അത്യാവശ്യം വൃത്തിയാവുന്നുണ്ട്. വട്ടം തിരിഞ്ഞാണെങ്കിലും കിടന്നു ഇരുന്ന് ചെരിഞ്ഞൊക്കെ ആള് തൂത്ത് വൃത്തിയാക്കി തരും. എപ്പോഴും ഒന്നും കാണാൻ പറ്റാത്തൊരു വലിയ അവസ്ഥകളാണ് ഇത് എല്ലോ നൂറ്റാണ്ടുകളിൽ മാത്രം സംഭവിക്കുന്നതല്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് വാന്ന് പറഞ്ഞാൽ പോലും അവള് വരത്തില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ചേട്ടായി ഞാൻ കടയിൽ 2 പേരും കൂടെ കടയിൽ പോയതാണ്. കടയിൽ പോയിട്ട് വന്നപ്പോൾ പുളിമുട്ടായി വാങ്ങിച്ചോണ്ട് വന്നു. ഈ മുട്ടായിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. പുളിമുട്ടായി എന്നാണ്, ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും കൂടെ അതൊന്ന് കഴിച്ചു. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ അവിടം വരെ കടയിൽ പോയ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു മാവേല് നിറച്ച മാങ്ങ നിപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 3-4 മാങ്ങ ഇസ്കിയ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേരല്ലേ മാങ്ങ കണ്ട എറിയും. പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? നമ്മളൊക്കെ എന്തുമാത്രം മാവിന്റെ മണ്ട വലിഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പൊ അവരവിടെ പോയി മാങ്ങ പറിച്ച കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇനിയിപ്പൊ അവധിയും കൂടെ ആയത് കാരണം പറയണ്ട, എവിടെല്ലാം മാവുണ്ട് എവിടെല്ലാം ചാമ്പയുണ്ടെന്ന് നോക്കി നടക്കുക. ചാമ്പങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വേണേ പോയേനെ. അപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ എങ്ങ് കിട്ടാനില്ലാത്തൊരു സാധനമാണ് ഈ ചാമ്പങ്ങ എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യത്തിൽ ഇതൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ഒന്നില്ലെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ ടാബ്, TV, ഈ വക സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവധി സമയത്ത് ഏതൊക്കെ മാവുണ്ടോ അതിന്റെയൊക്കെ ചോട്ടി കാണുമായിരുന്നു. അവിടെയൊക്കെ ആയിരുന്നു പിള്ളേരുടെ കളിയും കാര്യങ്ങളും എല്ലാം. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടികളേ ഇല്ല. അപ്പൊ അവരുടെ കത്തിവെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നോട് അരിഞ്ഞ് താ, ഞങ്ങൾ ഉപ്പും മുളകും ഇട്ട് തിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെച്ചതാണ്. ഞാനപ്പോ പറഞ്ഞു എന്റെ പണി ഒന്ന് ഒതുങ്ങട്ടെ, ഞാൻ ഇപ്പൊ തരാം, അതുവരെ നിങ്ങൾ വാതുക്കെ പോയിരിക്കാൻ പറഞ്ഞു. എല്ലാത്തിനും ഞാൻ പറഞ്ഞു വിട്ടെ. എന്നിട്ട് ഞാൻ ചെറുപയർ തോരൻ വെക്കുവാണ്. ചെറുപയർ തോരനും വെച്ച് ഞാൻ പറഞ്ഞില്ലേ മോരും കൂടെ ഒക്കെ കാച്ചി കഴിയുമ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ. ചെറുപയർ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് നേരെ പാത്രം എല്ലാം ഒന്ന് കഴുകി പറക്കി വൃത്തിയാക്കി എടുക്കുവാണ്. അന്നേരത്തേക്ക് എൻ്റെ മീൻകറി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റ് അയലക്കറിയാണ് ഇന്ന്. അയലക്കറിയൊക്കെ വെച്ചു. എന്നിട്ട് തന്നെ കപ്ലങ്ങായും സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് നേരെ ഞാൻ ഈ പാത്രത്തിലോട്ടാക്കി തൈര് നുടച്ചിട്ട് അതും കൂടെ ചേർക്കുവാണ്. കടുകൊന്നും താളിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ മോരുകറി. ഇതൊരു ചെറിയ സ്പെഷ്യൽ മോരുകറിയാണ്. ഇതിൽ ഈ കപ്ലങ്ങ ചെറിയൊരു മധുരം വെച്ചതായത് കാരണം ആ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോസൊക്കെ മുടങ്ങാതെ കാണണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, മറന്നുപോകല്ലേ. അപ്പൊ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ മാങ്ങ ഒക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിള്ളേരെല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. അതിന്റെ നടുക്ക് ഞാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ വിടാറില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു. അപ്പൊ വീഡിയോസൊക്കെ ഇടുന്നത് കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ മീനൊക്കെ വറുത്ത് ഞാൻ പോയി ചോറൊക്കെ ഉണ്ണട്ടെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.